നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പല്ലവി, നീ പറയുന്നതെല്ലാം ഉള്ളതാണോ? അതോ കല്യാണം നടത്താൻ വേണ്ടി ഇല്ലാത്തത് പറയുന്നതാണോ നീ? എനിക്ക് സംസാരിക്കാനുള്ളത് വിപിൻ സാറിനോടാ. പറയൂ വിപിൻ സാറ്. വിപിൻ സാറിന് ഇപ്പൊ എന്നെ ഒഴിവാക്കണം അല്ലേ? നിങ്ങൾ എന്നെ ഒഴിവാക്കിയ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യണം? അതുകൂടി പറയൂ. വിപിനെ, പല്ലവി പറയുന്നതില് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഏട്ടോ, എന്ത് വാസ്തവം? അനിയത്തിയും ചേച്ചിയും കൂടെ നമ്മുടെ സ്വത്തുക്കൾ കൈയടക്കാൻ വേണ്ടി ഓരോ പദ്ധതികളുമായിട്ട് നടക്കുകയല്ലേ? സുശീലാന്റി, പല്ലവിയും പാർവതിയും ഒരേ ത്രാസിൽ അളക്കരുത് കേട്ടോ. ചേച്ചി, രംഗം ആകെ മാറി മറിയാണല്ലോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെയിറ്റ്. പല്ലവി, വെറുതെ ബിബിന്റെ നേരെ ആരോപണം ഉന്നയിക്കരുത്. ഇനി നീ പറയുന്നതാണ് വാസ്തവമെങ്കിൽ ദേ, നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തിത്തരും. അതിന് പല്ലവി പറയുന്നതിൽ വാസ്തവം ഉണ്ടെന്ന് എങ്ങനെ തെളിയിക്കും? അതിന് നമ്മുടെ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഡോക്ടറെ, പല്ലവിയെ പരിശോധിക്കണ്ട. പല്ലവി പറഞ്ഞത് സത്യം തന്നെയാ. ഇവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുഞ്ഞു തന്നെയാ. വിശാൽ, ഇങ്ങനൊരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നിട്ടും നീ പല്ലവിയെ ഒഴിവാക്കി ജാസ്മിനെ കല്യാണം കഴിക്കാൻ തയ്യാറായല്ലേ? ഇനി നീ ജാസ്മിനെ വിവാഹം കഴിക്കണ്ട. നീ താലി കെട്ടേണ്ടത് പല്ലവിയ. അവളുടെ കഴുത്തില് താലി കെട്ട. വീണ്ടും മണവാട്ടിയായി കതിർ മണ്ഡപത്തിലെത്തിയിട്ട് നിന്റെ വിവാഹം മുടങ്ങിയതിൽ എനിക്ക് വിഷമമുണ്ട് ജാസ്മിൻ. ഇപ്പോ വിപിൻ പല്ലവിയെ വിവാഹം കഴിക്കാതെ നിന്നെ വിവാഹം കഴിച്ചാൽ അത് പല്ലവിയോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. എനിക്കും നിന്നെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. എന്തായാലും വിപിനും പല്ലവിയും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.